ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നല്ലൊരു ബീഫ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള അരിഞ്ഞതും 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 4 തക്കാളി കട്ട് ചെയ്തതും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുക്കറിൽ വേവാൻ വയ്ക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് വേവാൻ വെക്കേണ്ടത്. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകവും തേങ്ങയിട്ട് വറുത്തെടുക്കുകയാണ്. 1 മുറി തേങ്ങയാണ് വേണ്ടത്. പിന്നെ 1 കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചധികം ചെറിയുള്ളി ചേർത്തെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇത്ര തന്നെ നിർബന്ധമായിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മീറ്റ് മസാലപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയോട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ വറുത്തെടുക്കണം. പൊടികൾ കരിയാതിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. മുളക് പൊടി പോരാന്ന് തോന്നിയപ്പോൾ 1 സ്പൂൺ കൂടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി ഈ ഒരു അളവിലാക്കി എടുത്താൽ മതി. അല്ല, ഇതൊന്നും ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെയാണെങ്കിലും പൊള്ളി ടേസ്റ്റാണ് ഇതിന്. പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കുന്നത് ഉഗ്രനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കമൻ്റ് അറിയിക്കാൻ മറക്കരുതേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.